ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന വിവരം കെട്ട രക്തദാഹി ഉണ്ടാക്കിയ വിപത്ത് വലിയ വിപത്തായി മാറിയിരിക്കുന്നു. ഇസ്രായേലിനെ തകർക്കുമെന്ന് ഇറാൻ്റെ പരമോന്നത മേധാവി ഖൊമൈനി പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ സൈന്യം യുദ്ധത്തിന് സജ്ജരാണ്. ഇറാൻ സൈന്യം യുദ്ധത്തിന് സജ്ജരായി നിൽക്കുന്നു. ഇസ്രായേലിനെ ആക്രമിക്കരുതെന്ന് ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഇറാൻ പടക്കപ്പൽ ഇസ്രായേലിൻ്റെ തുറമുഖത്ത് എത്തിയിരിക്കുന്നു. ഇസ്രായേൽ അതിർത്തിയിൽ ഇറാൻ്റെ പടക്കപ്പൽ എത്തിയിരിക്കുന്നു. ഇറാൻ്റെ വമ്പൻ പടക്കപ്പലാണ് അവിടെ എത്തിയിരിക്കുന്നത്. അത്യന്താധുനിക മിസൈലുകൾ പേറുന്ന പടക്കപ്പൽ. ഈ പടക്കപ്പലിനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പടക്കപ്പലും അവിടെ എത്തിയിരിക്കുന്നു. ഇതോടെ ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം കാണിച്ച പോക്കർത്തനത്തിന് അമേരിക്കയും ഇറാനും മുഖാമുഖം നിൽക്കുന്നു. മാത്രമല്ല, ഹൂത്തികളും ഹിസ്ബുള്ളയും ഇസ്ലാമിക് റെസിസ്റ്റൻസും അടക്കമുള്ള ശക്തികൾ, ആ ശക്തികൾ എല്ലാം ഇറാൻ്റെ പിന്നിലുണ്ട്. ഇറാഖി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പുതിയൊരു സൈനിക വൃന്ദം കൂടി ഉണ്ട്. അവർ ഇസ്രായേൽ തുറമുഖത്തിന് നേർക്ക് പലതവണ ആക്രമണം നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ഇരുകൂട്ടരും അമേരിക്കയും ഇറാനും മുഖാമുഖം നിൽക്കുന്നു. ഇസ്രായേൽ കാണിച്ച തെണ്ടിത്തരത്തിൻ്റെ പേരിൽ. സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത് തീക്കളിയാണ്. അത് ഇസ്രായേൽ മനസ്സിലാക്കിയില്ല. അതോടുകൂടി ഇറാൻ പേടിച്ചു പോകുമെന്ന് ഇസ്രായേൽ വിചാരിച്ചു. 6 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയാണ്, ഇറാൻ്റെ 6 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ വധിച്ചത്. 6 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വധിച്ചപ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ആ തിരിച്ചടി ഏത് രീതിയിലാകുമെന്ന് പറയാൻ പറ്റില്ല. ടെല്ലവീവിനെ പോലും തകർക്കാൻ ശക്തിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട്. ടെല്ലവീവിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഭീതിയിലാണ്. ഈ സാഹചര്യത്തിൽ പണ്ടത്തെ സാമന്ത രാഷ്ട്രത്തെ സഹായിക്കാൻ ഒരു പടക്കപ്പൽ അയച്ചിരിക്കുന്നു അമേരിക്ക. ഇറാൻ്റെ പടക്കപ്പലും അമേരിക്കൻ പടക്കപ്പലും ഇസ്രായേലിൻ്റെ കടലിടുക്കിൽ മുഖാമുഖം നിൽക്കുന്നു. മുഖാമുഖം നിൽക്കുമ്പോൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇറാൻ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം തന്നെ നടത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേലിനെ തകർക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പുണർന്നേ മതിയാവൂ. കാരണം ഇത്രയും കാലം അമേരിക്ക ഇസ്രായേലിനെ കൊണ്ടാണ് മുസ്ലിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്, മുസ്ലിം രാഷ്ട്രങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേൽ മുസ്ലിം രാഷ്ട്രങ്ങളെ ദ്രോഹിക്കുമ്പോഴൊക്കെ കൈയടിച്ചു കൊടുത്തു അമേരിക്ക. ഒടുവിൽ കയറി ഇറാൻ്റെ മുമ്പിൽ കയറി ആക്രമിച്ചിരിക്കുന്നു. ഇറാൻ വൻ ശക്തിയാണ് പശ്ചിമേഷ്യയിൽ, ഇസ്രായേലിനേക്കാൾ വൻ ശക്തി. അവരുടെ കരസൈന്യം വളരെ ശക്തമാണ്. ഇസ്രായേലിനേക്കാൾ ഇരട്ടിയോളം കരസൈന്യം, ഇരട്ടിയൊന്നുമല്ല 10 ഇരട്ടിയോളം കരസൈന്യം ഇറാനുണ്ട്. അവരുടെ കയ്യിൽ അത്യന്താധുനിക മിസൈലുകളുണ്ട്. അവരുടെ കയ്യിൽ അത്യന്താധുനിക പടക്കപ്പലുകളുണ്ട്. ആ പടക്കപ്പലാണ് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ കടലിടുക്കിൽ എത്തിയിരിക്കുന്നത്. ആ പടക്കപ്പലിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തങ്ങളുടെ പടക്കപ്പലിനെ അയച്ചിരിക്കുന്നത്. ഹൂത്തികളുടെ ആക്രമണം നടത്താൻ അമേരിക്ക ഒരു പടക്കപ്പലിനെ അയച്ചു. ആ പടക്കപ്പൽ അവിടെ കിടക്കുകയാണ്. ആ പടക്കപ്പലിൻ്റെ കൺമുമ്പിൽ വെച്ചാണ് അമേരിക്കൻ ചരക്ക് കപ്പലുകൾ ഹൂത്തികൾ പപ്പടം പോലെ പൊട്ടിച്ചു കളഞ്ഞത്. ഇപ്പോൾ ഇറാൻ്റെ മുമ്പിലും ഒരു പടക്കപ്പലുമായി അമേരിക്ക എത്തിയിരിക്കുന്നു. പക്ഷേ ഏത് നിമിഷവും തീ നാളമായി മാറാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. എന്തായാലും ഇസ്രായേൽ കാണിച്ച തെണ്ടിത്തരത്തിന് ഉത്തരം പറയേണ്ടി വരിക അമേരിക്കയാണ്. ഇറാന് മുന്നിൽ അറബ് രാജ്യങ്ങൾ ഒന്നായി ഒരുമിച്ച് നിൽക്കും.